ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിലൊരു സർപ്രൈസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വൈകുന്നേരം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ചയാണ്. കൂന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മഷ്റൂം കുറച്ച് ഉണ്ടായിട്ടുള്ളൂ. എല്ലാ വർഷവും കുറേ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടായിട്ടില്ല പ്രാവശ്യം. ഒന്നോ രണ്ടൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴത്തൊക്കെ ചെറിയ മുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കതൊന്ന് ഒരു കത്തി വെച്ച് അറുത്ത് നോക്കാം. ഇനി തൊടിയിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം കേട്ടോ. നമുക്ക് വല്ല പാമ്പോ ചേര ഉണ്ടോയെന്നോ പേടി. അങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന കൂനിനേക്കാളും ഭയങ്കര ടേസ്റ്റാട്ടോ ഈ കൂന് കറി വെച്ചിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഇക്കാടെ ഫ്രണ്ട്സൊക്കെ വന്ന് കൊണ്ടുപോകാറുണ്ട്. ഇടയ്ക്ക് ചാക്കിലും കവറിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുപോകാറ്. അത്രക്കും കിട്ടാറുണ്ട്. ഇപ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. നമുക്കിതൊരു കത്തി വെച്ച് ജസ്റ്റ് തോണ്ടി കൊടുക്കാം. മണ്ണിൽ നിന്ന് തോണ്ടി കൊടുക്കാം. എന്നാലാണ് അടിഭാഗമൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പൊട്ടിപ്പോവും. പറിക്കുമ്പോൾ പൊട്ടിപ്പോവുള്ളൂ. എനിക്കിതിങ്ങനെ പറിക്കാനും എല്ലായിടവും സെർച്ച് ചെയ്യാനും ശേഖരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇക്കല്ല ഇവിടെ. ഇക്ക പണിക്ക് പോയിട്ടുണ്ട് പുറത്ത്. 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. മലപ്പുറം പോയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ കണ്ടാൽ പറിക്കാറില്ല. ഇക്ക വായോ കൂനുണ്ട് പറഞ്ഞിട്ട് ഇക്കാനോട് പറപ്പിക്കും. ഇക്ക എന്ത് നട്ടാലും പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇക്കാൻ്റെ കൈ എല്ലായിടത്തും തൊടിയിക്കാറുള്ളൂ. ഇത് കണ്ടോ, വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് വിരിഞ്ഞതാ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ണിൽ പെട്ടില്ല. ഞാനിപ്പോൾ ഈ ചെറിയ 2 കൂന് പെടുകൊണ്ട് ഞാൻ എല്ലായിടം ഒന്ന് സെർച്ച് ചെയ്ത് കൂന് ഇടി ഇടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ വിരിഞ്ഞതായിരിക്കാം. കുറേ കേട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലൂടെയൊക്കെ പോയ വല്ല പാമ്പോ തേളോ കടിക്കണോ അറിയില്ല. അതും ഭയങ്കര ടാസ്ക്കാണ്. കാരണം അങ്ങനെ കാടാണ്. കേട് വന്ന് നിൽക്കുന്നുണ്ട്. വലിയൊരു ഗുഹയുണ്ട്. ഇപ്പോൾ കാലും പോയേനെ. അങ്ങനെ കൂനെല്ലാം നോക്കി ഇത്രയും കൂനാണ് നമുക്ക് കിട്ടിയത്. നല്ല മണ്ണുണ്ട് കേട്ടോ. കഴുകി എടുക്കണം. അപ്പോഴേക്കും ഭയങ്കര മഴ പെയ്ത്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് തന്നെ മഴയാണ് കേട്ടോ. നമുക്ക് ഇന്ന് കൂൻ കറി വെക്കാം കേട്ടോ. ഇത്രയും കൂനാണ് കിട്ടിയത്. അതിനി ശരിയാക്കി വരുമ്പോഴേക്ക് ഇത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ.